പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം മന്ദര ആശുപത്രിക്ക് മുന്നിലാണ്. ഇപ്പോൾ ഇവിടെ ഇന്നൊരു സൗജന്യ ചികിത്സാ കേന്ദ്രം മന്ദര ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി ഇതെന്താണെന്ന് പൊതുജനങ്ങൾക്ക് ഇതെന്തുമാത്രം പ്രയോജനപ്രദമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. മാങ്ങാനം മന്ദര ആശുപത്രിയുടെ കമ്മ്യൂണിറ്റി ആരോഗ്യ പരിപാലന വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ചികിത്സാ കേന്ദ്രമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ നിർവഹിക്കുന്നത്. മന്ദിരത്തിൻ്റെ പരിസരങ്ങളിലുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യമായി രോഗപരിശോധനകളും മരുന്നുകളും മറ്റും ഈ ചികിത്സാ കേന്ദ്രത്തിൽ ലഭ്യമാണ്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തന സമയം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മന്ദിര ആശുപത്രി നടന്നു വരുന്ന ഈ സൗജന്യ ക്ലിനിക്കിൽ അനേകർക്ക് സൗജന്യമായി ചികിത്സകൾ കൊടുത്തു വരുന്നു. വിപുലീകരിച്ച പുതിയ ക്ലിനിക്കിൻ്റെയും അതോടൊപ്പം തന്നെ പുതുപ്പള്ളി കൈപ്പനാട്ട് കുടുംബം മന്ദിര ഹോസ്പിറ്റലിന് സംഭാവന നൽകിയ പുതിയ ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫും കൂടെയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഈ നല്ല പ്രവർത്തനത്തെ അവിടെ അനുഗ്രഹിക്കണമേ, ഇതിൽ ആരംഭിപ്പാൻ്റെ ഗുണം സംഗതിയാക്കണമേ. വിശ്വാസം ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. അവിടെ ഞങ്ങൾ നൽകിയിരിക്കുന്ന നല്ല ദാനങ്ങൾക്കായും തുറവുകൾക്കായും ഒക്കെ തന്നെ സ്തുതിക്കട്ടെ. ഞങ്ങളുടെ ഇടയിൽ ഭാരപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ആശ്വാസം നൽകുവാൻ്റെ കോണം അവിടുത്തെ കരം ഞങ്ങളിലൂടെ പെരുകുവാൻ്റെ കോണം അവിടെ നിര്യാക്കണമേ. ഇതൊന്ന് ദാനം മാത്രമാകും ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതിലൂടെ ഞങ്ങൾ നിന്നെ സ്തുതിച്ച് ബോധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നല്ല സാക്ഷികളായി ജീവിപ്പാൻ ഇടയാക്കണമേ. ഇതേത് ദേശത്തുകൂടി ആരംഭിച്ചിരിക്കുന്നു അതതിൻ്റെ പൂർത്തിയിലേക്ക് നയിക്കുവാൻ്റെ കോണമോട് സന്നിധിയാക്കണമേ. ദൈവമേ, ഈ ദേശത്ത് മനമേനെ ശമിക്കുന്ന ഒരു വിളക്ക് പോലെ അനേകർക്ക് ആശ്വാസമാകുന്ന ഒരു നല്ല പ്രസ്ഥാനമായി ഞാക്ക് തീർക്കണമേ. ഇതിനോട് ബന്ധപ്പെടുന്നവരെ അല്പമായി അധികമായി സഹായിക്കുന്നവരെ എല്ലാവരും സഹായിക്കണമേ. ഇത് അനുഗ്രഹപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ്റെ കോൺ റെഡിയാക്കണമേ. ഈ ചെറിയൊരു ഒരുത്തിന് എനിക്ക് ചെയ്യുന്നതാവുന്നു കൽപ്പിച്ച ദൈവമേ, പ്രവർത്തിപ്പാൻ്റെ കോണം ഞങ്ങൾ ഓരോരുത്തരോടും സന്നിധിയാക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ളതായ താഴ്മയും വിനയവും ചെയ്യുവാനുള്ളതായ ആഗ്രഹവും നമ്മൾ തരണമേ. ഇത്രത്തോളം നടത്തിയവനായ ദൈവമേ, ഇനിയും മുൻപോട്ട് നടത്തണമേ. ഇതുപോലെ നിന്റെ നാമം ഓർത്തപ്പെടണമേ. ഞങ്ങളെ ആരുടെയും വീഴ്ചയോ ഉയർച്ചയോ അല്ല, മറിച്ച് ഈ തന്നിരിക്കുന്ന ധാന്യങ്ങളിലൂടെ നിന്റെ നാമം ഉയരുവാനും ഓർത്തപ്പെടുവാനും മറ്റുള്ളവരുടെ സ്തുതിപ്പാൻ്റെ ഗുണം വഴിയാക്കണമേ. ഇന്ന് ആരംഭിക്കുന്നതായ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ്റെ ഗുണം എല്ലാ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ കൂടെയിരിക്കണമേ. താഴ്മയായ വിനയമായ അവിടുത്തെ സന്നിധിയാക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവയോടെ കേൾക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.
വീഡിയോ സാറേ ഞാൻ ശരിയായി. ഓക്കെ എല്ലാവരും വന്നു. ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് ചാപ്ലൈന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സുദിനത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീര മനസ്സിലെ നമിച്ചുകൊണ്ട് നന്ദിയോടെ നിന്നോട് തുടക്കായി കർണയ്ക്കായി ആയിരിക്കട്ടെ. ഇന്ന് ആരംഭിക്കുന്നതായ ഈ നല്ല പ്രസ്ഥാനം ദൈവമേ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാനൊക്കെ കൊണ്ട് ഞങ്ങളോട് സന്നദ്ധിയാക്കുന്നു. താങ്ക് യു ഫാദർ. സ്വാഗത പ്രസംഗത്തിനായി മന്ദിരം ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ പി നയനാൻ കുര്യൻ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് കുറച്ച് നാളുകളായി കൈപ്പനാട്ട് കുടുംബം ഒരു നല്ല ആംബുലൻസ് തന്നു. അത് പല രീതിയിലും നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. നമുക്ക് വേറെ 2 ആംബുലൻസ് കൂടിയുണ്ട്. എന്നാൽ ഈ ആംബുലൻസിന്റെ പ്രവർത്തനം കുറച്ചുകൂടെ വിപുലീകരിക്കുകയാണ്. അത് ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആയിട്ട് മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും എവിടെയെങ്കിലും രോഗമുണ്ടെങ്കിലോ വഴിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെല്ലുവാനായിട്ട് നമുക്ക് ശ്രമിക്കുവാനായിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ മൊബൈൽ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. സ്ഥിരം കിടപ്പുകാരായിട്ടുള്ള രോഗികളെയും ഒരു പക്ഷേ പോയി കാണുവാൻ സാധിക്കും. ഇങ്ങനെ 2 പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ആരംഭിക്കുന്നത്. സമൂഹത്തിലോട്ട് ഇറങ്ങി നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹത്തോടുകൂടിയാണ് ഇത് തുടക്കം വെച്ചിരിക്കുന്നത്. അതിനായിട്ട് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് നമ്മുടെ ഈ സ്ഥാപനത്തോടും മന്ദിര ആശുപത്രിയോടും മന്ദിര സൊസൈറ്റിയോടും എന്നും സ്നേഹവും അതിൻ്റെ ആവശ്യങ്ങൾ എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും അത് വേണ്ട കൈത്താങ്ങ് തരുന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ സ്ഥാനത്തിനും ഇതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി ക്ഷണിക്കുന്നു. രണ്ടാമതായിട്ട് സോമൻകുട്ടി സാറും ഈ പഞ്ചായത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹം ഈ പഞ്ചായത്ത്, പ്രത്യേകിച്ച് വിജയപുരം പഞ്ചായത്ത്, നമ്മുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആ പഞ്ചായത്ത് ഏരിയയിലായിരിക്കും. പല രീതിയിലും അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇനിയും തുടർന്ന് ലഭിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ജോർജ് ഉറീസാനെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മളോടൊപ്പം എപ്പോഴും ഉള്ളതാണ്. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ സെക്രട്ടറി സാറുണ്ട്, സൊസൈറ്റിയുടെ ട്രഷറർ സാറുണ്ട്, ഗവർണിംഗ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനുണ്ട്,
വൈസ് ചെയർമാൻ എൻ്റെ മുൻഗാമിയായിട്ടുള്ള ഡോക്ടർ മർക്കൂസ് അരക്കലുണ്ട്. അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ ഈ വാർഡിൻ്റെ മെമ്പർ ജെസ്സി ജോൺ ഉണ്ട്. ബൈജു സാറും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ സമൂഹത്തിന് എപ്പോഴും കൈത്താങ്ങായി നിൽക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേക സ്വാഗതം അറിയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഈ ഇവിടെ കൂടി വന്നിരിക്കുന്ന നാട്ടുകാർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ആശുപത്രിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി മന്ദിരം സൊസൈറ്റി ചെയർമാൻ ശ്രീ ജോർജ് വർഗീസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. തുടക്കം കുറിക്കുന്നത് ഒന്ന് ഈ ഫ്രീ ക്ലിനിക്ക് എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഫ്രീ ക്ലിനിക്ക്. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഡോക്ടേഴ്സ് റൂമുണ്ട്, ഇവിടെ നഴ്സസിൻ്റെ സൗകര്യങ്ങളുണ്ട്, ഇവിടെ അത്യാവശ്യത്തിനുള്ള മെഡിക്കൽ ഫെസിലിറ്റിയുള്ള ഫാർമസി ഉണ്ട്. ഉടൻ തന്നെ ഒരു ലാബ്, അതായത് കളക്ഷൻ പോയിന്റ് നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് വശത്തേക്കുള്ള ഭാഗം ക്ലിയർ ചെയ്തില്ല, അവിടെ നമ്മൾ ആരംഭിക്കും. അങ്ങനെ ഒരു സൗകര്യം ഇത് ക്രമീകരിക്കുന്നത് ഇവിടെ ബസ്സിലൊക്കെ വരുന്ന ആളുകൾക്ക് രാവിലെ ലാബ് ടെസ്റ്റൊക്കെ നടത്തണമെങ്കിൽ കയറ്റം കയറി മോളിൽ ചെന്നിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ. ഇത് ഇവിടെ ജംഗ്ഷനിൽ തന്നെയാണ് അവർ അടങ്ങി ബ്ലഡ് കൊടുത്തിട്ട് പോകാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ആലോചിക്കുകയല്ല, തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നടത്തുകയാണ്. എന്നാൽ ഫ്രീ ക്ലിനിക്ക് ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക്, പാവപ്പെട്ടവരെന്ന് ഞാൻ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സൗജന്യ ചികിത്സ എന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പറഞ്ഞു വിടുന്ന ക്യാമ്പ് രീതിയിലല്ല. അവർക്ക് ആവശ്യമായ മെഡിസിൻ കൂടെ കൊടുക്കും, അവർക്ക് ആവശ്യമായ ലാബറട്ടറിയിൽ ആവശ്യമായ പരിശോധനകൾ നടത്താനുള്ള സൗകര്യമുണ്ടാവും. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നുള്ള സമഗ്രമായ സൗജന്യ ചികിത്സാ കേന്ദ്രമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ഈ മാസം മന്ദിരങ്ങളെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ദിവസമാണ്. മന്ദിരങ്ങളെ സ്ഥാപകൻ ഏറ്റവും ബഹുമാനീയനായ ആദരണീയനായ PC ജോർജ് സാറിൻ്റെ ജന്മദിനം വരുന്നൊരു മാസമാണ് 14-ാം തീയതി 15-ാം തീയതി. അതിനോടനുബന്ധിച്ചു കൂടിയാണ് നമ്മൾ ഈ ക്ലിനിക്ക് ഇപ്പോൾ തന്നെ ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ദൈവകൃപയാൽ ഏറ്റവും ഭംഗിയായി സ്വന്തമായി നടക്കുമെന്ന് നമുക്ക് പ്രത്യാശയുണ്ട്, ധൈര്യമുണ്ട്. ഡോക്ടർ എലിസബത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ബാക്കിയുള്ള ഡോക്ടർമാർ, ഡോക്ടർ കിരൺ അടക്കമുള്ളവർ ഇതിനെ സഹായകരമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഇപ്പോൾ തന്നെ ഒരു ഹോം കെയർ യൂണിറ്റ് ഉണ്ട്. എന്നാൽ അതിന് പുറമെയാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കൈപ്പനാട്ട് കുടുംബത്തോട് ഞങ്ങൾ പ്രത്യേകം, അതിൻ്റെ ഭാരവാഹികളോട് വന്നിട്ടുണ്ട്, നിങ്ങളോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നതായിട്ട് 10 ലക്ഷം രൂപ മുടക്കി മനോഹരമായ ഒരു ആംബുലൻസ് തന്നു. അത് ഞങ്ങൾ കുറച്ചുകൂടി ക്രമീകരിച്ച് ഈ ഫ്രീ ക്ലിനിക്കിന് ഉപയോഗത്തെ വീടുകളിൽ പോയി പരിശോധിക്കുവാൻ, അല്ലെങ്കിൽ രോഗി എവിടെയാണോ അവിടെ എത്തി പരിശോധിക്കുവാനുള്ള സൗകര്യങ്ങൾ വേണ്ടി വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുവന്നുവാനുള്ള സൗകര്യങ്ങൾ, അതിനായി ഈ ആംബുലൻസ് ഉപയോഗിക്കുകയാണ്. ഞാൻ ഭാരവാഹികളെ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ അവർ ആ രീതിയിൽ അത് ക്രമീകരിക്കാൻ അനുഭവം തന്നു. പ്രത്യേകമായിട്ട് കൈപ്പനാട്ട് കുടുംബവും ഭാരവാഹികളോട് നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പ്രസിഡന്റ് ഭാരവാഹികളും വന്നിട്ടുണ്ട്, അവരോടുള്ള പ്രശ്നതയും രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ മനോഹരമായ കാര്യം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത് ബഹുമാന്യനായ MLA ചോദിച്ചപ്പോൾ ഒരു മടിയും പറയാതെ, ഇന്ന് തിരക്കുള്ള ദിവസമാണ്, MLA-മാർക്ക് ശനിയും ഞായറും നിലം തൊടാൻ നേരമില്ലാത്ത സമയമാണ്, എന്നാൽ മന്ദിരത്തിൻ്റെ കാര്യമല്ലേ, അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇവിടെ എത്തി എല്ലാ കാര്യങ്ങളും മന്ദിരത്തിൻ്റെ ഏതാവശ്യത്തിൽ എപ്പോഴും ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA-യോട് നമ്മൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. ആ വലിയ സ്നേഹത്തിന്, കരുതലിനൊക്കെ ഞങ്ങൾ വ്യക്തിപരമായ ഒരു സഹോദരതുല്യ ബന്ധം അനേക വർഷങ്ങളായിട്ടുള്ളതാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒന്നും കാര്യം ഉപേക്ഷിക്കാറില്ല, പറയുന്നത് കേൾക്കുമെന്നുണ്ടോ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഈ വന്ന് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കാണിച്ച വലിയ സന്മനസ്സിന് നന്ദി പറയുന്നു. അതുപോലെ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മളുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റിനോടുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ സത്യോദ്യമത്തിൽ പങ്കാളികളാവുന്നതിൽ എത്തിച്ചേർന്നതിന് എല്ലാവരോടും ഉള്ള സ്നേഹാദരവ് പ്രകടിപ്പിക്കുന്നു. ഈ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഉടനെ നടത്തുന്നതാണ്.
താങ്ക് യു സർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രിയങ്കരനായ കോട്ടയം MLA-യും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. നമ്മുടെ കോട്ടയത്തിന്റെ എല്ലാ വികസനത്തിനും തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച അദ്ദേഹം മന്ദിരത്തിന്റെ ഓരോ വളർച്ചയിലും ഒരു കൈത്താങ്ങായി എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ സംരംഭത്തിലും സാറിന്റെ മഹനീയ സാന്നിധ്യം ലഭിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് മന്ദിരം ഹോസ്പിറ്റൽ ഇന്നിവിടെ തുടങ്ങിയ ഫ്രീ ക്ലിനിക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന്റെ കറക്കം തീരാത്തതുകൊണ്ട് ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ജോർജ് ഓഫീസ് സ്നേഹനിധിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സ്വാമി, മെമ്പർ ശ്രീമതി JC ജോ, നമ്മളുടെ മന്ദിര ഹോസ്പിറ്റലിൻ്റെ ടീമിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തുറന്നത്. മന്ദിര ഹോസ്പിറ്റൽ വന്നത് പതിറ്റാണ്ടുകളുടെ വ്യക്തമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊരു ട്രാൻസാക്ഷൻ പോകില്ല. സാധാരണ ആശുപത്രികൾ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു വലിയ ടേണിംഗ് പോയിന്റിലാണ് മന്ദിരം ആശുപത്രി നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. സൗജന്യ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന ഹോസ്പിറ്റലുകൾ, അതുമായി സഹകരിക്കുന്ന സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരാറുമുണ്ട്. പക്ഷെ ഒരു ഹോസ്പിറ്റലിനോടനുബന്ധമായി ഇതുപോലൊരു സൗകര്യം നമ്മളുടെ ഇവിടെ ആദ്യമായിട്ടാണ് ആരംഭിക്കുന്നത് എന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നത് ആശുപത്രികളുടെ ചരിത്രത്തിൽ ഇത് വളരെ വളരെ നിർണായകമാണ്. മാത്രമല്ല ഈ മാതൃക
മറ്റുള്ള ആളുകൾക്ക് പിന്തുടരാതെ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഉറപ്പോടുകൂടി നമ്മുടെ മന്ദിരം ആശുപത്രി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സമൂഹത്തോടുള്ള പ്രതിബദ്ധത കാണിച്ചുകൊണ്ടാണ് മന്ദിരം ആശുപത്രി മുന്നോട്ട് പോകുന്നത് എന്ന് ഇപ്പോൾ സംസാരിച്ചപ്പോഴും ഇതിനു മുമ്പ് പലപ്പോഴും സംസാരിച്ചപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോർജ് വർഗീസ് പറയാറുണ്ട്. ഞാനത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ കൺസൾട്ടേഷൻ ആവട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, അതെല്ലാം രോഗനിർണയമാവട്ടെ, അതെല്ലാം നല്ല കൃത്യതയോടുകൂടി ചെയ്യുകയാണ്. ഇത് റിസ്ക്കാണ് എന്നുകൂടി ഞാൻ ആദ്യമായിട്ട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഒരുക്കമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദൈവിക വശം എന്ന് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ കൺസൾട്ടേഷൻസ് എല്ലാം നന്നായി മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒരു ദിവസം വന്നത് ഓർക്കുകയാണ്. ഇവിടെ റോഡ് ആക്സിഡൻ്റ് ഉണ്ടായി, ഉമ്മൻചാണ്ടിയുടെ തെറ്റിപ്പൊട്ടി. ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയ ഒരു 10 മണി സമയം. സത്യം പറഞ്ഞാൽ അതൊരിക്കലും മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയില്ല. പ്രായവും ചെറുതാണ്, കാലം വളരെ മുമ്പിലാണ്. പക്ഷേ അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആശുപത്രി നല്ല സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി മുന്നോട്ട് പോകാനാണ് യാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മന്ദിരപറ്റിയും നല്ല ഭംഗിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു സർ. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ VK സോമൻകുട്ടി സാറിനെ നമ്മുടെ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ ബഹുമാന്യായ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജോർജ് വർഗീസ്, ബഹുമാന്യായ ഇന്ന് ഈ ഫ്രീ ക്ലിനിക്കിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ദിനേശ് സാറ്, ഇവിടെ വേദിയിലും സദസ്സിലുമിരിക്കുന്ന ഏറെ ബഹുമാന്യരെ, മന്ദിരം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് മാങ്ങാനം കരയുടേതാണ്. ആ മാങ്ങാനം കരയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഒരു സൗജന്യ ക്ലിനിക്ക് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും അതോടുകൂടെ നമ്മുടെ മന്ദിരം ഹോസ്പിറ്റലിനുണ്ടാകുന്ന അഭിമാനവും തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതിലെ സേവനം എന്ന് പറയുമ്പോൾ ആ യാഥാർത്ഥ്യ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ. നമുക്കറിയാം, പല ഹോസ്പിറ്റലുകളും, വൻകിട ഹോസ്പിറ്റലുകൾ രോഗികളെ പിഴിഞ്ഞ് അവരിൽ നിന്നും വലിയ തുക വാങ്ങുമ്പോൾ സൗജന്യമായി ആളുകളെ ചികിത്സിക്കുക, അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഈ സൗജന്യ ഫ്രീ ക്ലിനിക് അല്ലാതെ തന്നെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ഇതിലൂടെ നടത്തുന്നതുമുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ആശുപത്രികൾക്കും സമൂഹത്തിനും മാതൃകയായി നടത്തുന്ന ഈ സ്ഥാപനത്തിനും ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ദീർഘവീക്ഷണത്തോടെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന അവർക്ക് എല്ലാവർക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഇന്ന് മൊബൈൽ മെഡിക്കൽ അതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. പിന്നീടുള്ള ഒരു മഹാശക്തിയെക്കുറിച്ച് ഞാൻ പരാമർശിക്കാതിരുന്നത് തെറ്റായിപ്പോയിരുന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കൈപ്പനാട്ട് കുടുംബമാണ് ഇതിന് ഏറ്റവും കൂടുതൽ നന്നായി പ്രോത്സാഹനം കൊടുക്കുന്നത്. ആ കുടുംബത്തിൻ്റെ പിന്നാലെ മറ്റു കുടുംബങ്ങളും വരണം എന്നതൊക്കെയാണ് എൻ്റെ അഭ്യർത്ഥനയും. ഞാൻ ആ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കുടുംബനാഥനെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയും ചെയ്യും. വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ മന്ദിരത്തിൻ്റെ സ്ഥാപകൻ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ഈ സ്ഥാപനം തുടങ്ങിയത് അത് തീർച്ചയായിട്ടും ഇന്ന് അന്വർത്ഥമാകുകയാണ്. നമുക്കറിയാം, ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയത് അഗതി മന്ദിരമായിരുന്നു, അഗതികൾക്കുള്ള ആശ്രയമായിരുന്നു. തീർച്ചയായിട്ടും അതൊരിക്കലും മന്ദിരം മറന്നുപോയിട്ടില്ല. എങ്കിലും ഇന്ന് അതുപോലുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഒരു യൂണിറ്റ് തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. ബൈബിൾ ഇപ്രകാരം പറയുന്നു,
നിങ്ങൾ ചെറിയവന് നിങ്ങൾ ചെയ്യുന്നത് അതെനിക്കാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു. തുടർന്നും ദൈവികമായ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കും. മേൽക്കുമേൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പുറമേ നോക്കുമ്പോൾ മറ്റ് ഹോസ്പിറ്റലുകളൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു മുദ്രയായിട്ട് ഈ മന്ദിര ഹോസ്പിറ്റൽ എന്നും നിലനിൽക്കുമെന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ ദുർബലരായ അല്ലെങ്കിൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഈ ക്ലിനിക്ക് ഇന്ന് ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇതിന്റെ പ്രവർത്തനം കുറച്ചു നാൾ മുമ്പ് തുടങ്ങി. ധാരാളം ആളുകൾ ഇത് ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ ഇതിന്റെ ഭാരവാഹികൾ നമ്മുടെ വാർഡിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുവാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അനേകരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം ഇന്ന് ഇതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 8ാം വാർഡിന്റെയും കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർഡിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ വർഷങ്ങളായിട്ട് മന്ദിര ആശുപത്രിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, മന്ദിരം കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോജക്റ്റ്. അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ക്ലിനിക്ക് നടത്തിയിരുന്നു. പിന്നീട് ആ ക്ലിനിക്ക് നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സൗജന്യ ചികിത്സ മന്ദിര ആശുപത്രിയിൽ ആരംഭിച്ചു. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് പ്രിയപ്പെട്ട KV ജോർജും പ്രിയപ്പെട്ട PM മാമനുമാണ്. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അവരുടെ നിസ്വാർത്ഥ സേവനത്തെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. അവര് എല്ലാം വളരെ കൃത്യമായിട്ട് ചൊവ്വാവേണ്ട ദിവസങ്ങൾ ഇവിടെ വരുന്നു. അവരോടൊപ്പം നിൽക്കുന്ന ഡോക്ടർ എലിസബത്തിനെ പറയാതിരിക്കാൻ പറ്റിയല്ല. സാധുക്കളുടെ ഒരു എന്താ പറയുന്നത്, വളരെ അവരോട് ചേർന്ന് നിന്ന് അവരെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടറുടെ സേവനത്തെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. മന്ദിരം ആശുപത്രിയുടെ മൊത്തം വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മന്ദിരത്തിലെ ക്യാൻസർ രോഗികൾ, പാവപ്പെട്ടവർ വരികയാണെങ്കിൽ 100% സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട്. അതുപോലെ അർഹരായവർക്ക് 50% ചികിത്സ കൊടുക്കുന്നുണ്ട്. ജനറൽ വാർഡിൽ കിടക്കുന്നവർക്കും ധാരാളം സൗജന്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ഈ സൗജന്യ ചികിത്സാ കേന്ദ്രം മാറ്റുന്നത്. അതോടൊപ്പം മൊബൈൽ ക്ലിനിക്കും തുടങ്ങിയിരിക്കുന്നു. എല്ലാം ദൈവ നിശ്ചയമാണ്. ദൈവത്തിന്റെ ഒരു നടത്തിപ്പ് ഇതിനോടൊപ്പമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ദൈവകൃപ വ്യാപരിക്കട്ടെ, കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനായി മന്ദിരം ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോജക്ട് കൺവീനർ മിസ്റ്റർ KV ജോർജ് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചോളുന്നു. നയന കുര്യൻ, മന്ദിരം ആശുപത്രി ചാപ്ലൻ ഫാദർ MK കുര്യൻ, മറ്റ് സ്നേഹിതരുടെയും സ്വപ്ന സഹകാരമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇന്ന് മൊബൈൽ ക്ലിനിക്ക്, മന്ദിരം ആശുപത്രിയുടെ വക ക്ലിനിക്ക്, സൗജന്യ ക്ലിനിക്ക്, ഇതൊക്കെ ഇന്ന് ആരംഭിക്കുന്നു. നേരത്തെ നടന്നതാണ്. ഇന്നത് ആശുപത്രിയുടെ 4 അതിർക്ക് പുറത്ത് ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇന്ന് നമ്മളിത് ആരംഭിക്കുന്നത്. ഇതിന് ജഗദീശ്വരൻ്റെ എല്ലാ ആശീർവാദങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യോഗാധ്യക്ഷൻ, മന്ദിരങ്ങളുടെ ചെയർമാൻ ശ്രീ ജോർജ് വരീഷ് സാറിന് ഈ ചടങ്ങിൻ്റെ പേരിലുള്ള നന്ദി ആശുപത്രിയുടെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതവസരത്തിലും മന്ദിരത്തിന് വേണ്ടി ഓടി വരുന്ന ഒരു വലിയ നേതാവ്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിൽ ലഭിച്ചു. എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി അദ്ദേഹത്തോട് മന്ദിരത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി സാറ്, അദ്ദേഹവും മന്ദിരത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. ഏതാവശ്യങ്ങൾക്കും വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന അദ്ദേഹത്തോടും ആശുപത്രിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ മെമ്പർ ജെസി ജോൺ അയൽവാസിയാണ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ നമ്മുടെ സെക്രട്ടറി സാറ്, നമ്മുടെ മന്ദിരം
മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നൈന കുര്യൻ, ചാപ്ലിൻ ഫാദർ എം കെ കുര്യൻ, മറ്റ് പ്രിയപ്പെട്ടവർ, പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ടുള്ളത് കൈപ്പനാട്ട് കുടുംബയോഗത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ചെയ്ത മന്ദിരത്തിന് ഈ ആശുപത്രിക്ക് നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ സംബന്ധിച്ചതിലുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പൊതുജനങ്ങൾ, ആശുപത്രിയുടെ പുറത്തുള്ള വ്യാപാര സമൂഹം, അങ്ങനെ പൊതുജനങ്ങളുടെ നിർലോഭമായ സഹകരണം മന്ദിര ആശുപത്രിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. നന്ദി അറിയിക്കട്ടെ. ഈ ചുരുങ്ങിയ അവസരം കൊണ്ട് അനുഗ്രഹപ്രദമായ ഇത്ര ഒരു കൂടിവരവ് നമുക്ക് നടത്തുവാൻ ഇടയാക്കുക. ദൈവമേ, അടുത്ത തീരുമാനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവിടുന്ന് കൃപ സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളും അവിടുത്തെ സഹായം ഉണ്ടാകണമേ. മനുഷ്യനെ ശുശ്രൂഷിക്കുവാൻ്റെ കോണം, നിന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ ചെയ്യുവാൻ്റെ കോണം ഇടയാക്കണമേ. എല്ലാം അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രതയും ആശ്വസിക്കുന്നതിനായ പരിശുദ്ധമായ സ്നേഹവാസം എല്ലാവരോടെയും ഈ ദേശത്തോടെയും ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് അനുഭവിക്കുവാൻ പോകുന്നതായ എല്ലാവരുടെ മേലും നമ്മുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കുന്നതായിട്ട് Wow.